കൊക്കോയ്ക്കും കാപ്പിക്കും കുരുമുളകിനുമൊക്കെ വില ഉയരുമ്പോൾ ജാതിക്കയുടെ വില ഇടിയുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് ജാതിക്കായ്ക്ക് 100 രൂപയും ജാതിപത്രിക്ക് 300 രൂപയോളമാണ് വില ഇടിഞ്ഞത്. സാധാരണ പുതിയ സീസൺ എത്തുന്നതിന് മുമ്പ് ജാതിക്കയുടെ വില ഉയരുന്നതാണ്. ഇത്തവണ വില കൂടാത്തത് കർഷകർക്ക് തിരിച്ചടിയായി. ജാതി കർഷകർക്ക് തിരിച്ചടി സമ്മാനിച്ച് ജാതിക്കായുടെ വില ഇടിയുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഏപ്രിൽ മാസത്തിൽ വില ഇത്തരത്തിൽ കുറഞ്ഞതെന്ന് കർഷകർ പറയുന്നു. മെയ് മുതലുള്ള മാസങ്ങളിലാണ് കേരളത്തിൽ ജാതിക്കായുടെ പ്രധാന സീസൺ. കഴിഞ്ഞ വർഷം ജാതിപത്രിക്ക് വിപണിയിൽ കിലോയ്ക്ക് 1500 മുതൽ 2000 രൂപ വരെയായിരുന്നു വില. ഇത് നിലവിൽ 1300-നും 1700-നും ഇടയിലാണ്. ജാതിക്കായ്ക്ക് 230 മുതൽ 250 രൂപയാണ് നിലവിൽ വില. മുൻവർഷം 360 രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്നു. കൂടുതൽ ചരക്ക് വിപണിയിലെത്തിയതും ആവശ്യം കുറഞ്ഞതും വിലയിടിവിന് കാരണമായി. വിദേശ വിപണികളിലും ഇന്ത്യൻ ജാതിക്കയുടെ ആവശ്യം കുറഞ്ഞിട്ടുണ്ട്. മറ്റു വിപണികളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ജാതിക്ക എത്തിയത് ഇന്ത്യൻ വിപണിയെ ബാധിച്ചു. മരുന്ന്, കറിമസാലകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ജാതിക്ക ഉപയോഗിക്കുന്നത്. കേരളമാണ് ജാതിക്ക ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അതായത് രാജ്യത്തെ മൊത്തം ഉൽപാദനത്തിൽ 90% മുകളിൽ കേരളത്തിന്റെ സംഭാവനയാണ്. എന്നാൽ ഇത്തവണത്തെ ചൂടിൽ ജാതിമരങ്ങൾക്ക് ഉണക്ക ബാധിച്ചതും വരും വർഷങ്ങളിലെ ഉൽപാദനത്തെ ബാധിക്കുമെന്നും കർഷകർ പറയുന്നു. സംസ്ഥാനത്ത് ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് പ്രധാനമായും ജാതി കൃഷി ചെയ്യുന്നത്. വില വീണ്ടും ഉയരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജാതി കർഷകരുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.